ഹലോ, ഞാൻ വീണ്ടും വന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത് നാടൻ ചാള തോരൻ. അതിന് ചേർക്കുന്നത് മീൻ. എനിക്ക് ചെറിയ ഉള്ളി കുറവായിരുന്നു, അങ്ങനെ ഒരു സവാളയും കൂടെ ഇട്ട് കൊത്തിയിട്ട്, പിന്നെ തേങ്ങ, ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി ഒരു കഷ്ണം, 5-6 വെളുത്തുള്ളി ചേർത്ത്, പിന്നെ കറിവേപ്പില, പിന്നെ 2 പച്ചമുളകും കൂടെ എടുത്ത്. അപ്പോൾ മീൻ ചട്ടിയിലോട്ടാക്കാം. ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഇനി ഈ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കണ സവാള ഇട്ട് കൊടുക്കാം. സവാളയും ചെറിയ ഉള്ളിയും കൂടെയാണ്, രണ്ടും കൂടെ. എന്നിട്ട് ഉപ്പൊഴിക്കാം. ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊഴിച്ചിട്ട് ഇത് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല, മീനിൽ വെള്ളം ഊറിപ്പിടിക്കും. അപ്പം നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം. ഇനി എന്ത് ചെയ്യാം, 2 ഉലുവ, ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉലുവയും കൂടെ ഇട്ടിട്ട് ഇത് അടുപ്പിലോട്ട് വയ്ക്കാം. തീ കത്തിക്കാം. ഞാൻ എപ്പോഴും കുറ്റി ഓഫാക്കിയിടും പാചകം കഴിഞ്ഞിട്ട്. അപ്പം ഇത് അടുപ്പിലോട്ട് ചെറിയ തീയിൽ ഇങ്ങനെ വെച്ച് ഇനി നമുക്ക് അടച്ചിട്ട് കൊടുക്കാം. അടച്ചിട്ടതിന് ശേഷം ഇത് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറെടുത്ത് ഇതെല്ലാം കൂടെ ഇതിലോട്ട് ഇടാം. ഇഞ്ചിയൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ കണവ തോരൻ വയ്ക്കൂലേ, അതേ ടേസ്റ്റാണ്. എല്ലാം തോരൻ വയ്ക്കാം, ചെറിയ കൊഴിയാള വയ്ക്കാം, എല്ലാ മീനും വയ്ക്കാം, ചെറിയ വാള, പിന്നെ നെത്തോലി ഭയങ്കര ടേസ്റ്റാണ്. ഈ ചാള അങ്ങനെ തന്നെ. ഇനി ഇതെല്ലാം കൂടി എല്ലാം കൂടെ ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒന്ന് മിക്സിയിൽ കറക്കി കൊടുക്കാം. അരഞ്ഞാൽ നോക്കാം. അരഞ്ഞിട്ടുണ്ട്. പിന്നെ ആ മീനൊന്ന് വേവട്ട്, വെന്തതിന് ശേഷം കാണാം. ഇനി നമ്മൾ മീൻ കറിക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. ശകലം തേങ്ങയും സാധാ തിരുവനന്തപുരം സ്റ്റൈലിൽ തന്നെ അതേപോലെ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അരപ്പൊന്ന് തിളക്കട്ടെ. അത് തിളച്ചിട്ടിട്ട് കൊടുക്കാം. അരപ്പ് അടുപ്പിലോട്ട് വയ്ക്കാം. ഇതെല്ലാം ചേർത്ത് വെച്ചിരിക്കണേണ്. അപ്പോൾ ഇത് അടുപ്പിലോട്ട് വയ്ക്കാം. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം മീനും തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതവിടെ ഇരുന്ന് തിളക്കട്ടെ. ഇപ്പോഴ് മീൻ വെന്തിട്ടുണ്ട്. മീനും സവാളയും എല്ലാം റെഡിയായി തോരത്തിൻ്റെ. പക്ഷേ ഭയങ്കരമായിട്ട് ഇളക്കിയൊന്നും കൊടുക്കല്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടിട്ട് ഇത്തിരി നേരം കിടന്ന് അരപ്പ് പിടിക്കട്ടെ. പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ നേരത്തിന് നമുക്ക് മീൻ കറിയിൽ മീൻ്റെ അരപ്പ് തിളച്ച് അതിലോട്ട് തക്കാളി പച്ചമുളക് ഇട്ടിട്ട്, നാടൻ ചാള മീൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചൂട് ഇതിലോട്ടിട്ട് അപ്പോൾ എല്ലാം ചേർന്നിട്ടുണ്ട്. ഇനി ഇത് വേവട്ട്, ഇത് ഇത്തിരി ഒന്ന് റെഡി ആവട്ടെ. അതിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കണം. ഈ മുള്ള് ഇത് പൊടിയാതെ ഒന്ന് ഇളക്കി പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇപ്പം ഏകദേശം ഇറക്കാറായി. ഇത്തിരി ഇടന്ന് ചട്ടി കരിഞ്ഞ് പിടിക്കണം. എന്നിട്ട് ലേശം മസാല ഇട്ട് കൊടുക്കുക, കറി മസാല. ഇതെല്ലാം കൂടെ പൊടിച്ചതാണ് കേട്ടോ. അത് ശകലം ഇട്ട് കൊടുത്തിട്ട്
ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ ശകലമായി. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, പതുക്കെ ഇളക്കാവും. അല്ലെങ്കിൽ മുള്ള് പൊടിഞ്ഞു പോവും. ഇങ്ങനെ ചെയ്യാവും. എന്നിട്ട് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കണം. അപ്പം ഇതിൽ മീൻകറി തിളയ്ക്കുന്നുണ്ട്. ഇനി എണ്ണ ഒഴിച്ച് അതിലോട്ട് മീനിട്ട് കൊടുക്കുക. ചാള, നാടൻ ചാള പൊരിക്കുന്നു. അതവിടെ കിടന്ന് നോക്കട്ട്. പിന്നെ മീൻകറി റെഡിയായി. നമ്മളെ മത്തിത്തോരൻ റെഡി ആയിട്ടുണ്ട്. നാടൻ ചാള തോരനാണ്. അത് കണവ തോരൻ വെച്ച് കണക്കാണ് ഇരിക്കുന്നത്. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നമ്മളെ കറി ഇന്നത്തത് മീൻ കറി, മീൻ ഫ്രൈ, പിന്നെ അവിയലുണ്ട്, അത് ഞാൻ കാണിച്ചില്ല. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിലെല്ലാം ചേർക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. എല്ലാ വീഡിയോകളും കയറി കാണണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.